സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ പോർഷനിൽ എക്സസൈസ് 9.3 സൊല്യൂഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 16 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. 17th വണ്ണാണിത്. നോക്കാം. ഇഫ് ദ 4th, 10th ആൻഡ് 16th ടേം of a GP are x, y, z respectively, prove that x, y, z are in GP. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4th, 10th, 16th ടേം, അതായത് 4th ടേം എക്സ്, 10th ടേം വൈ ആൻഡ് 16th ടേം z ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് വൈ ഇസഡ് ആർ ഇൻ ജി പി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. തന്നിരിക്കുന്നത് 4th ടേം എക്സ് എന്ന് തന്നിട്ടുണ്ട്, അത് എഴുതി. 10th ടേം വൈ എന്ന് തന്നിട്ടുണ്ട്, 16th ടേം ഇസഡ് എന്ന് തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, 4th ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്. എ ആർ റേസ് ടു 3, അതായത് 4 ആണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് പവർ കൊടുക്കാം. A4 ഇസ് ഈക്വൽ ടു AR റേസ് ടു 3 ആൻഡ് A10 ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം, AR റേസ് ടു 9 എന്ന് എഴുതാം. A16 ആണെന്നുണ്ടെങ്കിൽ AR റേസ് ടു 15 എന്ന് എഴുതാം. അപ്പോൾ എക്സ് വൈ ഇസഡിനെ നമ്മൾ AR റേസ് ടു 3, AR റേസ് ടു 9, AR റേസ് ടു 15 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. ജോമെട്രിക് പ്രോഗ്രഷൻ ആകണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, ഒരു സെയിം നമ്പർ ആയിരിക്കണം മൾട്ടിപ്ലൈ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിനൊരു കോമൺ റേഷ്യോ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഉത്തരം തന്നെ ആയിരിക്കണം തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത്. അതായത് കോമൺ റേഷ്യോ ഉണ്ടായിരിക്കണം. നമുക്ക് നോക്കാം. ആദ്യം സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. y ബൈ എക്സ്, അതായത് y എന്ന് പറയുന്നത് AR റേസ് ടു 9 ആണ്. നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് AR റേസ് ടു 9 ആണ്. എക്സ് എന്ന് പറയുന്നത് AR റേസ് ടു 3 ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. ആൻഡ് എയും ക്യാൻസൽ ആയി പോവും. ആൻഡ് റേസ് ടു 9 ആൻഡ് റേസ് ടു 3ൽ ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് റേസ് ടു 6 ആയിരിക്കും വരുന്നത്. സോ ആൻസർ R റേസ് ടു 6 എന്ന് വരും. അപ്പോൾ സെക്കൻഡ് ടേമിനെ നമ്മൾ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ R റേസ് ടു 6 ആണ് ആൻസർ വന്നത്. നമുക്കിനി എന്താ ചെയ്യേണ്ടത്, തേർഡ് ടേമിനെ സെക്കൻഡ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ സെയിം ആൻസറാണ് വരുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, സെയിം നമ്പർ കൊണ്ടാണ് അല്ലെങ്കിൽ സെയിം ടേം കൊണ്ടാണിത് മൾട്ടിപ്ലൈ ആയി പോകുന്നത്. അതായത് അതിനൊരു കോമൺ റേഷ്യോ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇസഡിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഇസഡ് എന്ന് പറയുന്നത് AR റേസ് ടു 15 നമ്മൾ നേരത്തെ എഴുതി വെച്ചതാണ്. ആൻഡ് വൈ എന്ന് പറയുന്നത് AR റേസ് ടു 9 ആണ്. എയും ക്യാൻസൽ ആവും. R റേസ് ടു 15 ബൈ R റേസ് ടു 9 എന്ന് പറയുന്നത് 15ഉം 9ഉം ക്യാൻസൽ ആവുമ്പം R റേസ് ടു 6 ആയിരിക്കും വരുന്നത്. സോ ഇതിനൊരു കോമൺ റേഷ്യോ ഉണ്ട്, R റേസ് ടു 6. ഓക്കെ, അപ്പോൾ കോമൺ റേഷ്യോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഒരു GP ആണ്. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഒരു GP ഫോം ചെയ്യുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീക്വൻസ് 8, 88, 888, 8088 ആണ്. 8088 അങ്ങനെ പോവും. ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 7 വെച്ചിട്ടാണ് ചെയ്തത്. 777, 777, 7777 വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജോമെട്രിക് പ്രോഗ്രഷൻ വീഡിയോയിൽ തന്നെ പാർട്ട് 3ലാണ് ആ ഒരു വീഡിയോ വരുന്നത്. ഈ ഒരു പോർഷൻ ഞാൻ ചെയ്തിട്ടുള്ളത് അത് നോക്കിയാൽ ഈ പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ 7 പകരം ഇവിടെ 8 വന്നു, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. അത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, 19th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് ദി കറസ്പോണ്ടിങ് ടേംസ് ഓഫ് ദ സീക്വൻസ്. അതായത് രണ്ട് സീക്വൻസസ് തന്നിട്ടുണ്ട്, 2, 4, 8, 16, 32 ആൻഡ് വേറൊരു സീക്വൻസ് 128, 32, 8, 2, 1/2. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റുകളുടെ കറസ്പോണ്ടിങ് ടേംസിൻ്റെ പ്രോഡക്റ്റുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ടേമുകളുടെ പ്രോഡക്റ്റ്, ഇത് 2 ഫസ്റ്റ് ടേം ആണെങ്കിൽ അടുത്ത സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം, അപ്പോൾ 2 × 128 പ്ലസ് അടുത്തത് സെക്കൻഡ് ടേം തമ്മിൽ 4 × 32, അടുത്തത് തേർഡ് ടേം തമ്മിൽ 8 × 8 പ്ലസ് 16 × 2 ആൻഡ് അറ്റ് ലാസ്റ്റ് 32 × 1/2. ഇതിൻ്റെ സം കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 × 128 എന്ന് പറയുന്നത് 256 ആണ്. 4 × 32 128, 8 × 8 64, 16 × 2 32 ആൻഡ് അറ്റ് ലാസ്റ്റ് 32 × 1/2 16 എന്ന് വരും. ഇപ്പം ഇതിനെ ഞാനൊന്ന് ഓർഡർ ചെയ്ത് എഴുതിയിരിക്കുകയാണ് ചെറുതൊന്ന് വലുതിലോട്ട്. അപ്പോൾ 16, 32, 64, 128, 256. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നോക്കിക്കേ. 16 കഴിഞ്ഞ 32 ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതുപോലെ 32, 64 ആണെങ്കിൽ 2 ഉണ്ട്. അപ്പം ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. ഫസ്റ്റ് ടേം 16ഉം കോമൺ റേഷ്യോ 2ഉം വരുന്ന ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. അതിൻ്റെ സം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. കോമൺ റേഷ്യോ 2 ആണ്. എത്ര നമ്പേഴ്സിൻ്റെയാണ് സം കണ്ടുപിടിക്കേണ്ടത്, 1, 2, 3, 4, 5.
5 ടേംസിൻ്റെയാണ് നമ്മൾ സം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയും ഉണ്ട്, ആറും ഉണ്ട്, എന്നും ഉണ്ട്. 6 ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 2 ഇക്വേഷനാണ് സമ്മിനുള്ളത്. 6 ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. എ നമ്മുടെ കയ്യിലുണ്ട്, ആറുണ്ട്, എൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആൻസർ 496 എന്ന് വരും. ഇതിലൊരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ n-1 അല്ല, r-1 ആണ് വരുന്നത്. ഓക്കെ, 2-1 ആണ് വരുന്നത്. സോ അതിന് കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് കൊണ്ട് ചെയ്ത് നോക്കിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഇവിടെ ഇക്വേഷൻ r-1 എന്നാണ് വരുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Show that the products of the corresponding terms of the sequence a, ar, ar square, etc. up to ar raised to n. ഇതൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാപിറ്റൽ എ കോമ ക്യാപിറ്റൽ എ ആർ സ്ക്വയർ അപ് ടു ക്യാപിറ്റൽ എ ആർ റേസ് ടു n-1 ഫോം എ ജി പി. അതായത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ കണക്ക് തന്നെയാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ടേംസിൻ്റെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് കാണിക്കാൻ. അതായത് ഈ ജോമെട്രിക് പ്രോഗ്രഷനും ഈ ഒരു ജോമെട്രിക് പ്രോഗ്രഷനും തമ്മിൽ കറസ്പോണ്ടിങ് ടേംസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ജോമെട്രിക് പ്രോഗ്രഷൻ തമ്മിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. എ ആർ സ്ക്വയർ അപ് ടു എ ആർ റേസ് ടു n-1, എ ആർ സ്ക്വയർ അപ് ടു എ ആർ റേസ് ടു n-1. ഇതിൻ്റെ രണ്ടിനും കറസ്പോണ്ടിങ് ടേംസിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമും ഇവിടുത്തെ ഫസ്റ്റ് ടേമും എ ഇൻറ്റു എ ആൻഡ് അടുത്ത സെക്കൻഡ് ടേം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ആർ നെക്സ്റ്റ് എ ആർ സ്ക്വയർ ഇതിങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഫോം ചെയ്യുന്ന സീക്വൻസ് ഒരു ജി പി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ജി പി ആകണമെങ്കിൽ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേ പറഞ്ഞാണ് ഒരു ജി പി ആകണമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു കോമൺ റേഷ്യോ വേണം. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പോൾ ഒരു ആൻസർ കിട്ടും. തേർഡ് ടേമിനെ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പോൾ ഒരു ആൻസർ കിട്ടും. രണ്ടും സെയിം ആണെങ്കിൽ അതൊരു കോമൺ റേഷ്യോ ആണ്. സോ ഇറ്റ് ഇസ് എ ജോമെട്രിക് സീരീസ് അല്ല ജോമെട്രിക് സീക്വൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഇതാണ് സീക്വൻസ്. റേഷ്യോ എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എ ആർ ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ഇതാണ് സെക്കൻഡ് ടേം, ഇതാണ് ഫസ്റ്റ് ടേം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എയും ക്യാൻസൽ ആവും, ക്യാപിറ്റൽ എയും ക്യാൻസൽ ആവും. അപ്പോൾ ആകെയുള്ളത് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ആണ്. നെക്സ്റ്റ് തേർഡ് ടേമും സെക്കൻഡ് ടേമും തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. എ ആർ സ്ക്വയർ എയും ക്യാൻസൽ ആകുന്നു, ആറും ഒരു സ്ക്വയറും ക്യാൻസൽ ആവുന്നു, എയും ക്യാൻസൽ ആവുന്നു, സെയിം ക്യാപിറ്റൽ ആറും സ്ക്വയറും ക്യാൻസൽ ആവുന്നു. ആകെയുള്ളത് സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ ആർ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ റേഷ്യോ രണ്ടും സെയിം ആണ് വന്നത്. അതായത് ആ ഒരു സീക്വൻസിന് കോമൺ ആയിട്ടൊരു റേഷ്യോ ഉണ്ട്. സോ കോമൺ റേഷ്യോ ഉള്ളത് കൊണ്ട് അത് എന്തായിരിക്കും? ജോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും. അതുപോലെ അതിൻ്റെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 4 numbers forming a geometric progression in which the third term is greater than the first term by 9. Third term is greater than the first term by 9. അതായത് തേർഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിനെക്കാട്ടി 9 കൂടുതലാണ്. സോ അതാണ് ആൻസറിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. A3 is equal to A+9 ആണ്. പിന്നെ പറയുന്ന കണ്ടീഷൻ എന്താ? സെക്കൻഡ് ടേം ഇസ് ഗ്രേറ്റർ ദാൻ ദ ഫോർത്ത് ബൈ 18. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫോർത്ത് ടേമിൻ്റെ കൂടെ 18 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് ടേം. ഈ രണ്ട് കണ്ടീഷനുമാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് 4 numbers എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജോമെട്രിക് പ്രോഗ്രഷനിലെ 4 നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. A3 എന്ന് പറയുന്നത് A+9 ആണ്, A2 എന്ന് പറയുന്നത് A4+18 ആണ്. അപ്പോൾ A3 എന്ന് പറയുന്നത് A+9 അല്ലേ? A3 നമുക്ക് എങ്ങനെ എഴുതാം? AR സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് AR സ്ക്വയർ ഇസ് ഈക്വൽ ടു A+9. AR സ്ക്വയർ എ എന്ന് പറയുന്നത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -A ആവും. സോ AR സ്ക്വയർ -A ഇസ് ഈക്വൽ ടു 9. അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതുപോലെ A2 ഇസ് ഈക്വൽ ടു A4+18 എന്ന് എഴുതിയില്ലേ? A2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? AR എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ A4നെ AR ക്യൂബ് എന്നും എഴുതാനായിട്ട് പറ്റും. ഈ AR ക്യൂബ് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? AR - AR ക്യൂബ് എന്ന് വരും. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. AR സ്ക്വയർ -A ഇസ് ഈക്വൽ ടു 9 എന്നും AR - AR ക്യൂബ് ഇസ് ഈക്വൽ ടു 18 എന്നും. സോ ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുകയാണ്. സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? AR - AR ക്യൂബ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് AR സ്ക്വയർ -A. രണ്ടിടത്തും മുകളിൽ നോക്കിക്കേ.
എ ആറിലും എ ആർ ക്യൂബിലും കോമൺ ആയിട്ട് എയും ഉണ്ട് ആറും ഉണ്ട്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് എ ആർ പുറത്തെടുത്തു. എ ആർ പുറത്തെടുത്താൽ എ ആറിൽ നിന്ന് എ ആർ പുറത്തെടുത്താൽ 1 ആയിരിക്കും കാണുന്നത്. എ ആർ ക്യൂബിൽ നിന്ന് എ ആർ പുറത്തെടുക്കുകയാണെങ്കിൽ ആർ സ്ക്വയറും കാണും. സോ എ ആർ പുറത്തെടുത്തപ്പോൾ കിട്ടിയത് 1 മൈനസ് ആർ സ്ക്വയർ ആണ്. അതുപോലെ താഴെ എ ആർ സ്ക്വയർ മൈനസ് എയിൽ എ മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ എ പുറത്തെടുത്തു, ആർ സ്ക്വയർ മൈനസ് 1 ബ്രാക്കറ്റിനകത്ത് വന്നു. സോ ഇതിൽ റൈറ്റ് സൈഡ് നോക്കുമ്പം 9ഉം 18ഉം ആണ്. സെക്കൻഡ് ഇക്വേഷൻ ബൈ ഫസ്റ്റ് ഇക്വേഷൻ ആകുമ്പം 18/9 എന്ന് വരും. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, എ ആർ 1 മൈനസ് ആർ സ്ക്വയറിനെ ഞാൻ തിരിച്ചു ആർ സ്ക്വയർ മൈനസ് 1 ആക്കുക. അതായത് സൈൻ ചേഞ്ച് ചെയ്യുക എന്ന് പറയാം. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും സൈൻ ചേഞ്ച് ചെയ്താൽ ഒരു മൈനസ് പുറത്തെടുക്കണം. അതൊരു കണ്ടീഷനാണ്. സൈൻ ചേഞ്ച് ആക്കിയാൽ ഒരു മൈനസ് പുറത്തെടുത്തു. ഈ മൈനസ് പുറത്തെടുത്തത് കൊണ്ടാണ് ഇവിടെ സൈൻ ചേഞ്ച് ആവാൻ കാരണം. ഓക്കെ, അപ്പോൾ സൈൻ ചേഞ്ചായി എ ആർ ബ്രാക്കറ്റിൽ ആർ സ്ക്വയർ മൈനസ് 1. എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് 1നെയും ആർ സ്ക്വയർ മൈനസ് 1നെയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ മൈനസ് പുറത്തെടുത്തത്, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പാടായിരിക്കും. 18/9 എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മളിവിടെ ആർ സ്ക്വയർ മൈനസ് 1 ആർ സ്ക്വയർ മൈനസ് 1 കട്ട് ചെയ്തു. 18/9 എന്ന് പറയുന്നത് 2 വന്നു. എയും ക്യാൻസൽ ആക്കാം. ഇവിടെ ഒരു മൈനസ് ആർ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. മൈനസ് ആർ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആർ എന്ന് പറയുന്നത് -2 എന്നാണ്. ഓക്കെ, ആറ് കിട്ടിക്കഴിഞ്ഞാൽ എ കിട്ടാൻ എന്താ ചെയ്യുക? നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, 1ഓ 2ഓ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എ ആർ സ്ക്വയർ മൈനസ് എ ഇസ് ഈക്വൽ ടു 9 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ആറിന് പകരം ഞാൻ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം എ ഇൻറ്റു -2 ദ ഹോൾ സ്ക്വയർ മൈനസ് എ ഇസ് ഈക്വൽ ടു 9. 4a മൈനസ് എ ഇസ് ഈക്വൽ ടു 9 എന്ന് വന്നു. ദാറ്റ് ഇസ് 3a ഇസ് ഈക്വൽ ടു 9. 4a മൈനസ് എ എന്ന് പറഞ്ഞാൽ 3a വരും, ഇസ് ഈക്വൽ ടു 9. 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ /3 ആവും. ദാറ്റ് ഇസ് എ ഇസ് ഈക്വൽ ടു 3. അപ്പം എയും ആറും ഉണ്ടല്ലേ, എ 3 എന്നും കിട്ടി, ആറ് -2 എന്നും കിട്ടി. എയും ആറും ഉണ്ടെങ്കിൽ ആദ്യത്തെ 4 ടേം എഴുതാൻ പാടില്ലല്ലോ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ തന്നെയാണ് 3, ആൻഡ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു -2 -6. പിന്നെ അടുത്ത ടേം എന്ന് പറയുന്നത് -6 ഇൻറ്റു 2 -2 +12 വരും. വീണ്ടും -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -24 വരും. 4 ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്, അത് കണ്ടുപിടിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ pth, qth and rth term of a geometric progression are a, b and c respectively, prove that a raised to q minus r into ആണ്, ഈ അടുത്തടുത്ത് തന്നിരിക്കുന്നത് ഇൻറ്റു ആണ്, ഇൻറ്റു b raised to r minus p ഇൻറ്റു c raised to p minus q is equal to 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് pth ടേം എന്ന് പറയുന്നത് a ആണ്, qth ടേം എന്ന് പറയുന്നത് b ആണ്, ആൻഡ് ആർത്ത് ടേം എന്ന് പറയുന്നത് സി ആണ്. സോ ഇവിടെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്മോൾ എ ഫസ്റ്റ് ടേം ആയിട്ടും സ്മോൾ ആർ കോമൺ റേഷ്യോ ആയിട്ടും, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ സ്മോൾ ആറും സ്മോൾ എ ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ അത് തന്നെ യൂസ് ചെയ്താൽ കൺഫ്യൂഷൻ ആവും. സോ ഞാനിവിടെ ഫസ്റ്റ് ടേമിന് ക്യാപിറ്റൽ എയും കോമൺ റേഷ്യോയ്ക്ക് ക്യാപിറ്റൽ ആറും ആണ് യൂസ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ അത് രണ്ടും എടുത്തു. ക്വസ്റ്റ്യനിൽ പറയുന്നത് pth ടേം എ എന്നാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ nth ടേം എ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ an ഇസ് ഈക്വൽ ടു എ എന്ന് എഴുതുക. nth ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ an എന്ന് എഴുതും. അപ്പം pth ടേം എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ എഴുതും? AP എന്ന് എഴുതിക്കൂടെ? സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. pth ടേം AP ഇസ് ഈക്വൽ ടു എ, ആൻഡ് qth ടേം നമുക്ക് AQ എന്ന് എഴുതാം, ആൻഡ് rth ടേം AR ഇസ് ഈക്വൽ ടു C. ABC ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, അതെടുത്ത് എഴുതി. ഓക്കെ, അതുപോലെ AP ഇസ് ഈക്വൽ ടു എ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ AN എന്ന് പറയുന്നതിനെ നമ്മളൊരു ഇക്വേഷൻ എഴുതുമായിരുന്നു, AR റേസ് ടു n-1. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ പറഞ്ഞായിരുന്നു എയ്ക്കും ആറിനും പകരം ഞാൻ എടുക്കുന്നത് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ആറും ആണ്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് AN ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ A R റേസ് ടു n-1 എന്ന് വരും. ഇവിടെ AP ആണ്, അപ്പോൾ എന്നിന് പകരം എന്ത് വരും? P വരും. സോ AP എന്ന് പറയുന്നത് AR റേസ് ടു P-1 എന്ന് വരും. ദറ്റ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ ഞാനതിനെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് എ എന്ന് പറയുന്നതിന് നമുക്ക് കൊടുക്കാവുന്നൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ക്യാപിറ്റൽ A R റേസ് ടു P-1. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അതിലെ ഫസ്റ്റ് ടേം A റേസ് ടു Q-R ഞാൻ എടുക്കുക. A റേസ് ടു Q-R. എ എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു, ദാറ്റ് ഇസ് AR റേസ് ടു P-1 ആണെന്ന്. സോ AR റേസ് ടു P-1 എന്ന് എക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. മുകളിലൊരു പവർ ഉണ്ടല്ലോ, അതും അതേ കണക്ക് കൊടുത്തു, Q-R. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ, ഒരു പ്രോഡക്റ്റിന് മൊത്തത്തിൽ ഒരു പവർ വന്നാൽ, ഇപ്പോൾ AB റേസ് ടു M എന്നാണെങ്കിൽ എക്കും റേസ് ടു M ഉണ്ട്, ബിക്കും റേസ് ടു M ഉണ്ട്. അതായത് ഇത് മൊത്തത്തിൽ ഉള്ള പവറാണ് Q-R. അപ്പോൾ ഈ Q-R എന്ന് പറഞ്ഞാൽ എക്കും ഉണ്ട് പവർ,
ഈ ആറിനും ഉണ്ട്. സോ a⁻q−r വരും. r⁻p−1 എന്തുണ്ട് പവർ? q−r ഉണ്ട്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. a⁻q−r ഇൻറ്റു r⁻p−1. ഇതിന് പവറാണ് q−r. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ സെയിം എടുത്തെഴുതി a⁻q−r a⁻q−r എന്ന് തന്നെ എഴുതി. ഈ ഒരു ഇത് നോക്കിക്കേ, ഏതെങ്കിലും ഒരു പവർ, അതായത് a⁻m ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ a⁻mn ആണ്. അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും പവറിനെ. അതുപോലെ തന്നെ നോക്കിയേ, പവറിൻ്റെ പവർ അല്ലേ. സോ r⁻p−1 ദ ഹോൾ റേസ് ടു q−r എന്നാണ്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. r⁻p−1 ഇൻറ്റു q−r. ഇതൊക്കെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ a⁻q−r ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, p−1 ഇൻറ്റു q−r. അതിനെ ഞാനൊന്ന് സോൾവ് ചെയ്തിട്ടുണ്ട്. p−1 ഇൻറ്റു q−r സോൾവ് ചെയ്യുമ്പം pq മൈനസ് pr, അതായത് p ഇൻറ്റു q pq, p ഇൻറ്റു -r മൈനസ് pr, -1 ഇൻറ്റു q മൈനസ് q, -1 ഇൻറ്റു -r പ്ലസ് ആർ. അതിനെ ഒന്ന് സോൾവ് ചെയ്തു. സോൾവ് ചെയ്തിട്ട് ആ പവർ ഞാനൊന്ന് ചേഞ്ച് ചെയ്താൽ സോൾവ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതൊരെണ്ണം നമുക്ക് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതായത് a⁻q−r നമ്മളൊരു ഫോം ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഏതാണ് ക്വസ്റ്റ്യനിൽ? എ പിയുടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ? AQ = B. അതിനെ ഞാൻ എടുത്ത് എഴുതുവാം. AQ = B. AQ = B ആണെന്നുണ്ടെങ്കിൽ നമ്മൾ nth ടേമിനെ AR⁻n−1 എന്ന് എഴുതുന്ന പോലെ AQ ആണെങ്കിൽ എന്ത് എഴുതാം? നമുക്ക് AR⁻q−1 എന്ന് എഴുതാം =B. അപ്പോൾ ബിക്ക് പകരം നമുക്കിപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടിയിട്ടുണ്ട്. എന്തുവാ? AR⁻q−1. ഇനി അടുത്ത നമ്മൾ നേരത്തെ ചെയ്ത a⁻q−r ചെയ്ത് നമ്മളൊരു ഫോം കിട്ടിയില്ലേ? അതുപോലെ അടുത്ത ഏതാ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്? ഇത് ചെയ്തൊരു ഫോം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത b⁻r−p ആണ് എടുക്കേണ്ടത്. സോ നേരത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ b⁻r−p. ഓക്കെ, ബിക്ക് ഇപ്പോൾ ഒരു ഫോം ഇല്ലേ? AR⁻q−1. സോ ബിക്ക് പകരം AR⁻q−1 എന്ന് കൊടുത്തു. അതുപോലെ r−p എന്ന് പറഞ്ഞ പവർ അതിന് പവറായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിനും എക്കും ഉണ്ട് പവർ, ആറിനും ഉണ്ട് പവർ. എയുടെ പവർ a⁻r−p എന്നും വരും, സ്മോൾ ആർ ആണ്, സ്മോൾ r-p എന്നും വരും. ഈ r⁻q−1നും മൊത്തത്തിലാണ് എന്തെന്ന് പറയുന്നത്? r-p എന്നാണ് പവർ. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും r⁻q−1 ഇൻറ്റു r-p. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ, ലെറ്റേഴ്സ് എല്ലാം വേറെയാണെന്നേ ഉള്ളൂ. നമുക്ക് ഇത് പിന്നെ ഈ q−1 ഇൻറ്റു r-p ഒന്ന് സോൾവ് ചെയ്തിട്ടുണ്ട്. q ഇൻറ്റു r qr, q ഇൻറ്റു p qp, -1 ഇൻറ്റു r -r, ലാസ്റ്റ് -1 ഇൻറ്റു -p പ്ലസ് p. അതാണ് ഇവിടെ സോൾവ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സോ നേരത്തെ നമ്മൾ a⁻q−r ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചതുപോലെ b⁻r−pക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ എന്തായിരുന്നു? AR = C എന്നല്ലേ? അതും എടുത്തെഴുതി. ARനെ A⁻R⁻1 C എന്ന് എഴുതാം. അടുത്ത C⁻p−q ആണ് നമ്മുടെ പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു ഇക്വേഷനിലുള്ളത്. അപ്പോൾ C⁻p−q നമ്മളിവിടെ എടുത്തെഴുതി. സിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? AR⁻r−1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ മൊത്തത്തിലാണ് പവർ p-q, മൊത്തത്തിൽ പവർ കൊടുത്തു. A⁻p−q എന്ന് വരും. പിന്നെ ഈ ആറിനും ഉണ്ട് പവർ. സോ r⁻r−1p-q. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനെ രണ്ടിനെ എന്താക്കി എഴുതാം? പ്രോഡക്റ്റ് ആക്കി എഴുതാം. സോ അതിനെ പ്രോഡക്റ്റ് ആക്കിയിട്ട് r-1 ഇൻറ്റു p-q എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ ഞാൻ സോൾവും ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. r ഇൻറ്റു p rp, r ഇൻറ്റു q rq -rq ആൻഡ് -1 ഇൻറ്റു p -p, -1 ഇൻറ്റു -q q. അതാണ് ഇവിടെ സോൾവ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. സോ മൂന്നെണ്ണത്തിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് അതിൻ്റെ മൂന്നിൻ്റെയും പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 1 ആയിരിക്കണമെന്ന്. സോ അതിൻ്റെ മൂന്നിൻ്റെയും പ്രോഡക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നു. സോ അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ മൂന്നിൻ്റെയും പ്രോഡക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. a⁻q−r ഇൻറ്റു b⁻r−p ഇൻറ്റു c⁻p−q. ഓരോന്നിനും a⁻q−r ഇക്വേഷൻ നമ്പർ 1 കിട്ടിയതാണ് a⁻q−r ഇൻറ്റു r⁻p-q പ്ലസ് r എന്ന് പറയുന്നത്. അതുപോലെ b⁻r-pക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടിയതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആൻഡ് c⁻p-qന് ഇക്വേഷൻ നമ്പർ 3 കിട്ടിയതാണ് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. സോ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാലോ. ഇപ്പം
എ എന്ന് പറയുന്നതിൻ്റെ 3 എണ്ണം ഉണ്ടല്ലേ, സെയിം. സോ സെയിം പവറാണ്. ഇപ്പോൾ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ബേസ് സെയിം എഴുതിയിട്ട് പവർ ആഡ് ചെയ്യും. 3 എണ്ണം വന്നാലും അതേ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. ബേസ് സെയിം അല്ലേ, എ എ എ. അപ്പോൾ ബേസ് എഴുതിയിട്ട് അതിൻ്റെ പവർ തമ്മി ആഡ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ എന്ന് എഴുതി. അതുപോലെ തന്നെ ആറിൻ്റെ അതേ കണക്ക് തന്നെ അല്ലേ, ആർ റേസ് ടു ആർ റേസ് ടു ആർ റേസ് ടു. അപ്പോൾ പവർ മാത്രമേ വ്യത്യാസമുള്ളൂ, ബേസ് സെയിം ആണ്. അപ്പോൾ ബേസ് അതേ കണക്ക് എഴുതിയിട്ട് പവറിൻ്റെ എന്ത് ചെയ്യും? സമ്മായിരിക്കും എടുക്കുന്നത്. സോ ഇതിൻ്റെ സമ്മാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സമ്മ് നോക്കിക്കേ, പ്ലസ് ക്യൂ ഉണ്ട് മൈനസ് ക്യൂ ഉണ്ട്, അത് തമ്മിൽ ക്യാൻസലാവും. മൈനസ് ആർ ഉണ്ട് പ്ലസ് ആർ ഉണ്ട്, ക്യാൻസലായി. മൈനസ് പി ഉണ്ട് പ്ലസ് പി ഉണ്ട്, ക്യാൻസലായി. അപ്പോൾ അവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ എ റൈസ് ടു 0 എന്ന് എഴുതാം. അതുപോലെ ഇനി ആറ് നോക്കാം. പി ക്യൂ ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു പി ക്യൂ ഉണ്ട്. മൈനസ് പി ക്യൂ പ്ലസ് പി ക്യൂ ക്യാൻസലായി. മൈനസ് പി ആർ പ്ലസ് പി ആർ, ആർ പി ആയാലും പി ആർ ആയാലും സെയിം തന്നെ, അത് രണ്ടും ക്യാൻസലാവും. മൈനസ് ക്യൂ പ്ലസ് ക്യൂ ക്യാൻസലാവും. പ്ലസ് ആറ് മൈനസ് ആറ് ക്യാൻസലാവും. ക്യൂ ആർ തന്നെയാണ് ആർ ക്യൂ എന്ന് പറയുന്നത്. പ്ലസ് ക്യൂ ആർ മൈനസ് ആർ ക്യൂ ക്യാൻസലായി. പ്ലസ് പി മൈനസ് പി ക്യാൻസലായി. അപ്പോൾ ആകെ ഒന്നുമില്ല. സോ അവിടെ എന്താ? 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ എ റേസ് ടു 0 ഇൻറ്റു ആർ റേസ് ടു 0 എന്ന് വരും. എ റേസ് ടു 0 1 ആണ്, ആർ റേസ് ടു 0യും 1 ആണ്. സോ 1 ഇൻറ്റു 1 1. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ഈ 3 ടേം പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 1 ആയിരിക്കണം ആൻസർ കിട്ടുന്നത്. സോ ഹെൻസ് പ്രൂവ്ഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഫസ്റ്റ് ആൻഡ് ദ nth ടേം of a GP are A and B respectively, and if P is the product of n terms, prove that P square is equal to AB raised to n. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ആണ്, nth ടേം. ഫസ്റ്റ് ആൻഡ് nth ടേം ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ടേം എ ആണ്, nth ടേം ബി ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഇസ് ഈക്വൽ ടു എ. ഫസ്റ്റ് ടേമിനെ എ എന്നാണല്ലോ നോട്ട് ചെയ്യുന്നത്. സോ എ ഇസ് ഈക്വൽ ടു എ ആൻഡ് ബി എന്ന് പറയുന്നത് nth ടേമാണ്. nth ടേമിനെ നമ്മൾ എ എൻ ഇസ് ഈക്വൽ ടു ബി എന്നാണ് എഴുതുന്നത്. സോ എ എൻ ഇസ് ഈക്വൽ ടു ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, പി എന്ന് പറഞ്ഞ ക്വസ്റ്റനിൽ എന്താ തന്നിരിക്കുന്നത്? പി ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് n ടേംസ്. അതായത് n ടേം വരെയുള്ള ടേമുകളുടെ പ്രോഡക്റ്റാണ് പി എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് A1 ഇൻറ്റു A2 ഇൻറ്റു അപ് ടു എൻ വരെയുള്ള പ്രോഡക്റ്റാണ്. എ നമ്മൾ എൻ തന്നെയാണ് എഴുതുന്നത്. A2 എന്ന് പറയുന്നത് AR, A3 AR സ്ക്വയർ, അങ്ങനെ ആയിരിക്കും പോകുന്നത്. ലാസ്റ്റ് AN എന്ന് പറയുന്നത് AR റേസ് ടു n മൈനസ് 1. ഇവിടെ എ എന്ന് പറയുന്നതിന് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? എ റേസ് ടു n വരല്ലേ എടുക്കുന്നത്. എ അതുപോലെ A3 വന്നാലും എ അപ് ടു n വരെ n ടൈംസ് എ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. n ടൈംസ് എ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എ റേസ് ടു n നമുക്ക് എഴുതാമല്ലോ. അതുപോലെ ആറിനെ നോക്കിക്കേ, ആർ റേസ് ടു 1 ഇൻറ്റു ആർ റേസ് ടു 2 ഇൻറ്റു ആർ റേസ് ടു 3 ഇൻറ്റു അങ്ങനെ പോവുക അപ് ടു ആർ റേസ് ടു n മൈനസ് 1 വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സെയിം ബേസ് ആണ്. പവർ വേറെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബേസ് അതേ കണക്ക് എഴുതിയിട്ട് പവറിനെ ആഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് സെയിം ബേസ് ആയതുകൊണ്ട് പവറിനെ നമ്മൾ ആഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അത് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. പവറിനെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ് ടു n മൈനസ് 1. ഓക്കെ, അടുത്തതിൽ എ റേസ് ടു എന്നിനെ അതേ കണക്ക് എ റേസ് ടു n എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ ഒരു സംഭവം ഇല്ലേ, 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര അപ് ടു n മൈനസ് 1. ഇപ്പം നാച്ചുറൽ നമ്പറിൻ്റെ സമ്മാണ് അപ് ടു n മൈനസ് 1. അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൻ്റെ സമ്മിൻ്റെ ഫോമുല, അതിൻ്റെ ഫോമുല ഉണ്ട്. n ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 എന്നാണ്. ഇവിടെ എന്നിന് പകരം ലാസ്റ്റ് വന്നിരിക്കുന്നത് n മൈനസ് 1. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1 മൈനസ് 1 വരും. ക്യാൻസൽ ആകുമ്പോൾ n വരും. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു n/2 എന്നായിരിക്കും വരുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓർത്താൽ മതി. 1 തൊട്ട് n മൈനസ് 1 വരെയുള്ള ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണെങ്കിൽ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ n ഇൻറ്റു n മൈനസ് 1/2 ആയിരിക്കും. അതങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് പിക്ക് എന്ത് വന്നു? പി ഇസ് ഈക്വൽ ടു എ റേസ് ടു n ഇൻറ്റു ആർ റേസ് ടു n ഇൻറ്റു n മൈനസ് 1/2 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് വേണ്ട പി സ്ക്വയർ ആണ്. പി സ്ക്വയർ കൊടുക്കുമ്പോൾ ഇത് മൊത്തത്തിൽ എന്ത് വരും? സ്ക്വയർ വരും. അതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്, മൊത്തത്തിൽ സ്ക്വയർ. പ്രോഡക്റ്റിന് ഒരു സ്ക്വയർ വന്നാൽ എന്താ, രണ്ട് നമ്പേഴ്സിനും സ്ക്വയർ വരുമെന്ന്. അപ്പോൾ എ റേസ് ടു എന്നിന് സ്ക്വയർ വന്നു. എ റേസ് ടു എന്നിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക? എ റേസ് ടു 2n എന്ന് വരും. ഓക്കെ, ഇതിന് മൊത്തത്തിൽ സ്ക്വയർ വരുവാണെങ്കിൽ ഇതിനെ റേസ് ടു പവറിന് തമ്മിൽ മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഉം 2 ഉം ക്യാൻസൽ ആവും. n ഇൻറ്റു n മൈനസ് 1 എന്ന് വരും. സോ എ റേസ് ടു 2n ഇൻറ്റു ആർ റേസ് ടു n ഇൻറ്റു n മൈനസ് 1 എന്നായിരിക്കും പി സ്ക്വയർ നമുക്ക് കിട്ടുന്നത്.
ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി സ്ക്വയർ എന്ന് പറയുന്നത് എ ബി ദ ഹോൾ റേസ് ടു എൻ എന്നാണ്. അപ്പോൾ പി സ്ക്വയർ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രൂവ് അല്ല, ആ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, എ റേസ് ടു 2n ഇൻറ്റു ആർ റേസ് ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 എന്ന്. ഇനി അടുത്തത് എ ബി ദ ഹോൾ റേസ് ടു എൻ. എ എന്ന് പറയുന്നത് എ തന്നെ, ബി എന്ന് പറയുന്നത് nth ടേം എന്നല്ലേ പറഞ്ഞത്. സോ എ എൻ, എ കണക്ക് തന്നെ എഴുതി. എ എൻ എന്ന് പറയുന്നത് എ ആർ റേസ് ടു എൻ മൈനസ് 1 ആണ്. ദ ഹോൾ റേസ് ടു എന്നും ഉണ്ട്. എ ഇൻറ്റു എ എന്ന് പറയുന്നത് എ സ്ക്വയർ ആവും. ആർ റേസ് ടു എൻ മൈനസ് 1 അതേ കണക്ക് എഴുതി. എ സ്ക്വയർ ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എ റേസ് ടു 2n എന്നല്ലേ എഴുതുന്നത്. സോ എ റേസ് ടു 2n. അതുപോലെ എ ആർ റേസ് ടു എൻ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് ആർ റേസ് ടു എൻ ഇൻറ്റു എൻ മൈനസ് 1. ഓക്കെ, ഈ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് പി സ്ക്വയർ ചെയ്തപ്പോഴും കിട്ടിയത്. സോ പി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്തിന് ഈക്വൽ ആണെന്ന് എഴുതാം. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി ദ ഹോൾ റേസ് ടു എന്നിന് ഈക്വൽ ആണെന്ന്. അത് തന്നെയായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്.